ഈ വർഷം മോഹൻലാലിൻ്റെതായി ഇറങ്ങിയ ആദ്യ സിനിമ എമ്പുരാൻ എന്ന സിനിമയായിരുന്നു. ഏറ്റവും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയ്ക്ക് പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെ വിമർശനങ്ങളും ഉണ്ടായിരുന്നാലും ഏറ്റവും കൂടുതൽ കളക്ഷൻ തൂത്തുവാരിയ ഒരു സിനിമ കൂടിയായിരുന്നു എമ്പുരാൻ. അത് ഏത് മേഖലയിലായാലും മലയാളത്തിന്റെ പൊട്ടൻഷ്യൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ പോക്ക് എന്താകുമെന്ന് പലരും ചർച്ച ചെയ്തിരുന്നു, ട്രാക്കർമാരടക്കം. എന്നാൽ വിവാദം ചെറുതായിട്ടെങ്കിലും ബാധിച്ചു എന്ന് പറയുമ്പോഴും ഇതിന്റെ കളക്ഷനെ മറികടക്കാൻ മലയാളത്തിൽ ഇനിയൊരു സിനിമ പിറക്കുക എന്നത് അത്ഭുതമായി കാണേണ്ടതാണ്. ഇനിയൊരു മോഹൻലാൽ ചിത്രത്തിന് തന്നെ അത് മറികടക്കാൻ സാധിച്ചേക്കും. കാരണം എമ്പുരാന് ശേഷം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 3ാം ഭാഗവും വരുന്നുണ്ട്, മറ്റൊരു മോഹൻലാൽ ചിത്രത്തിന്റെ 3ാം ഭാഗവും വരുന്നുണ്ട്. അത് ദൃശ്യം 3 ആണ്. ഈ 2 ചിത്രങ്ങളെയാണ് ഇപ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. ഏത് ചിത്രത്തിന് മലയാളത്തിലെ മോഹൻലാലിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കും എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ആ വിവാദങ്ങൾക്ക് പല കോണുകളിൽ നിന്നും മറുപടിയും വരുന്നുണ്ട്. ഇപ്പോഴും ആ മറുപടികൾക്ക് ഒരു കുറവുമില്ല എന്ന് തന്നെ പറയാം. എമ്പുരാന് ഉണ്ടായ വിവാദങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. കേരള സർക്കാർ പോലും എമ്പുരാന്റെ വിവാദങ്ങൾ ഏറ്റെടുത്തിരുന്നു. അത് രാഷ്ട്രീയ ഒരു കണക്ഷൻ അതിനുണ്ടാക്കിയെടുക്കുകയും ചെയ്തു. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരാൾ കൂടിയുണ്ട്. എമ്പുരാൻ വിവാദത്തിൽ മേജർ രവി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോഴായിരുന്നു പല കോണിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ മേജർ രവിക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് നടിയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ എത്തുകയും ചെയ്തു. 4 ദിവസം ഓടിയ സിനിമ ഒരു മഹാന് എന്തോ പ്രശ്നം തോന്നി വിവാദമാക്കി. പുള്ളി മേജറാണെന്നൊക്കെയാണ് പറയുന്നത്. മേജറായിട്ടുള്ള ആൾ ആ പദവി കാണിക്കേണ്ടേ? പുള്ളിയുടെ വിചാരം പുള്ളി മാത്രമാണ് മേജർ എന്നാണ്. മല്ലിക തുറന്നടിക്കുന്നത് ഇങ്ങനെയായിരുന്നു. മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു: മോഹൻലാൽ എന്റെ കുഞ്ഞിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിട്ടില്ല, എമ്പുരാനിൽ വിവാദങ്ങളൊന്നുമില്ല, കലാപങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു പത്രവാർത്ത വരുന്നു, കലാപം നടക്കുന്നു. ആ കലാപത്തിന്റെ ഇരകൾക്ക് ഒരു ഹിന്ദു മഹാറാണി അഭയം കൊടുക്കുന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു. അവരുടെ മകൻ അത് ഇഷ്ടപ്പെടാതെ അവരെ കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്നു. ആ പ്രായത്തിലുള്ള കുട്ടിക്ക് മതമൊന്നും അറിയില്ല. ഇതൊക്കെ പിന്നീട് വ്യാഖ്യാനിച്ച് സിനിമ എവിടെയാണ് നടന്നതെന്നോ പ്രധാനമന്ത്രി ആരെന്നോ എന്നൊന്നും നമ്മളാരും നോക്കിയിട്ടില്ല. 4 ദിവസം സിനിമ ഓടിയതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മഹാന് എന്തോ പ്രശ്നം തോന്നി. പിന്നീട് ഈ മഹാൻ തിരുത്തി പറഞ്ഞു: ഞാനിവിടെ രാജുവിനെ കുറ്റം പറഞ്ഞില്ല, പക്ഷേ രാജു മറ്റാരും കാണാതെ ചെയ്തത് മോഹൻലാൽ കണ്ടിട്ടില്ല, മറ്റേയാൾ കണ്ടിട്ടില്ല എന്നൊക്കെ. പുള്ളി മേജറാണെന്നൊക്കെയാണ് പറയുന്നത്. മേജറായിട്ടുള്ള ആൾ ആ പദവി കാണിക്കേണ്ടേ? പുള്ളിയുടെ വിചാരം പുള്ളി മാത്രമാണ് മേജർ എന്നാണ്. കേണലുമാരും 3 മേജർമാരടക്കം പലരും എന്റെ കുടുംബത്തിലുണ്ട്. ഇയാളെക്കുറിച്ച് 9ഓളം പട്ടാളക്കാർ പറഞ്ഞത് എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. ആരും പറയാത്തൊരു പോയിന്റ് എടുത്തു വെച്ചാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയത്. ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയ സംഘികളെക്കുറിച്ചോ RSS അനുഭാവികളെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് RSSന്റെ വലിയ നേതാക്കളെ അറിയാം. അവരൊന്നും ഞങ്ങൾ വലിയ വിരോധികളാണെന്നും പറയില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും ഒക്കെ സ്നേഹിക്കുന്ന നിരവധി ആരാധകരുണ്ടാകും. അവർ ചിലപ്പോൾ മോഹൻലാലിനെ കുറ്റം പറഞ്ഞത് കൊണ്ടായെന്ന് പറഞ്ഞേക്കും. എന്നല്ലാതെ ജാതീയമായൊരു ആരോപണവും നേരിടേണ്ടി വന്നിട്ടില്ല. ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ സിനിമാ സംഘടന ഇടപെടില്ല. അവർ സുകുമാരന്റെ കുടുംബത്തെ മാറ്റി നിർത്തിയാണ്. ഇന്നലെ വന്നവർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കും, പക്ഷേ അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് വ്യക്തിപരമായി പലരും മെസ്സേജ് ചെയ്തു, മേജറാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. മോഹൻലാലിനെ പോലൊരു നടൻ ഒന്നും അറിയാതെ അഭിനയിക്കുമോ? കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. ലാലു പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത ചിത്രമാണ്, എല്ലാവരും കാണണമെന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലും ചീത്തപ്പേര് കേൾക്കുന്ന തരത്തിലായിപ്പോയി വിവാദങ്ങൾ. മാപ്പ് പോക്കറ്റിലിരിക്കുന്നു, ഞാൻ അടുത്ത ദിവസം കാണിക്കും എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭീഷണി പറയുകയാണ്. എന്റെ മകൻ തെറ്റ് ചെയ്തെന്ന് ആരും പറയില്ല. അങ്ങനെ പറഞ്ഞവർക്ക് കൂട്ട് നിന്നിട്ടുള്ളവർക്കെല്ലാം ഒന്നിനു പുറകെ ഒന്നായി അനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഞാൻ അങ്ങനെ ഈശ്വരനെ വിശ്വസിച്ച് ജീവിക്കുന്നവളാണ്. രാജു ആരും അറിയാതൊരു പടം ഷൂട്ട് ചെയ്തു കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലൊരു കള്ളത്തരം ജീവിതത്തിൽ പറയാനാകില്ല. ഈ വിവാദമൊക്കെ ഉണ്ടായിട്ട് അയാൾക്ക് എന്ത് കിട്ടിയത്? മല്ലിക സുകുമാരൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ വീണ്ടും വാർത്താമാധ്യമങ്ങളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്നു. വെർച്വൽ മീഡിയ എന്റർടൈൻമെന്റ് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ ഇങ്ങനെ പ്രതികരിക്കുകയുണ്ടായത്.